2015 കോഴിക്കോട് അഴുക്കുചാൽ വൃത്തിയാക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിനെ മറന്നുകാണില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്ത് മാൻഹോളുകളിൽ അപകടകരമായി ജോലി ചെയ്യുമ്പോൾ മരിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം വളരെ വലുതാണ്. നിയമപരമായി നിരോധനമുണ്ടായിട്ടും ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യമാണ് മനുഷ്യരെ ഉപയോഗിച്ചുള്ള അഴുക്കുചാലുകളുടെയും ഓടകളുടെയും സെപ്റ്റിക് ടാങ്കുകളുടെയും ശുദ്ധീകരണം. സുപ്രീം കോടതി തന്നെ നേരിട്ട് പലതവണ ഇടപെട്ടിട്ടും വലിയ നഷ്ടപരിഹാര തുകകൾ ഈടാക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും ഇന്നും ഈ അവസ്ഥയിൽ മാറ്റമില്ല. ഒരു പ്രത്യേക സാമൂഹിക വിഭാഗത്തിൽ നിന്നുള്ളവരെ ഇന്നും ചില സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ടെക്നോളജി ഇത്ര വളർന്ന കാലത്തും ഒരു വിഭാഗം മനുഷ്യരെ അഴുക്കുചാലുകളിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കുന്ന സാമൂഹിക സാഹചര്യം. അഴുക്കുചാലുകളിൽ നിന്നും വിഷവാതകങ്ങൾ ശ്വസിച്ച് അവരിൽ ചിലരാകട്ടെ മരണപ്പെടുന്നു. ആരും ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ഏറ്റവും അവസാനത്തെ വാർത്ത രാജസ്ഥാനിൽ നിന്നാണ്. 40 വയസ്സുള്ള 2 പേർ അഴുക്കുചാൽ ശുദ്ധിയാക്കാനിറങ്ങി മരണപ്പെട്ടിരിക്കുന്നു. അവരെ ജോലിക്ക് നിയമിച്ചതാകട്ടെ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനും. സർക്കാരും പൊതുജനങ്ങളും കണ്ണടക്കുന്ന ആ മനുഷ്യജീവിതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വിശദമായി പരിശോധിക്കാം. ഏപ്രിൽ 17 ജയ്പൂരിലെ നിവാരു റോഡിന് സമീപമുള്ള ഷെക്കാവത്ത് മർഗിലെ ഒരു മലിനജല ഓട വൃത്തിയാക്കാനായി 2 പേർ ഇറങ്ങാനൊരുങ്ങുന്നു. 2 പേരെയും ഇതിനായി നിയമിച്ചതാവട്ടെ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും. അജയ്, രാംബാബു എന്നിവർ മലിനജല ഓടയിലേക്ക് ഇറങ്ങി. കെട്ടിക്കിടക്കുന്ന അഴുക്കുകൾ ഓടയിൽ നിന്നും മുങ്ങിപ്പെറുക്കി പുറത്തിട്ടുകൊണ്ടിരുന്നു. ദുർഗന്ധം വമിക്കുന്ന ഓടയിൽ 2 പേർ മുങ്ങിപ്പെറുക്കുന്നു. ഒരു പറ്റം മനുഷ്യരും ഉദ്യോഗസ്ഥരും ഈ കാഴ്ച നോക്കി നിൽക്കുന്നു. ഓരങ്ങൾ വൃത്തിയാക്കി 2 പേരും നീങ്ങി പോകാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ ശബ്ദം നിലച്ചു. അജയുടെയും രാംബാബുവിൻ്റെയും അനക്കമൊന്നും കേൾക്കാനില്ല. 2 പേരും മരിച്ചിരിക്കുന്നു. സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗത്തിൽ നിന്നുള്ള ആ മനുഷ്യരുടെ മരണം വാർത്താ ചാനലുകളെയൊന്നും കാര്യമായി ആകർഷിച്ചില്ല. മരണത്തിൻ്റെ ഉത്തരവാദികൾ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടി ആയതുകൊണ്ട് സർക്കാരും അമിത ശ്രദ്ധ നൽകിയില്ല. ഇത് അജയുടെയും രാംബാബുവിൻ്റെയും മാത്രം കഥയല്ല. നിയമപരമായ നിരോധനമുണ്ടായിട്ടും ഇന്നും ഇന്ത്യയിൽ ഇത്തരം ജോലി ചെയ്യുന്ന 7 ലക്ഷത്തിലേറെ മനുഷ്യരുടെ കഥയാണ്. ടെക്നോളജി എത്രയോ വിശാലമായ ഈ കാലത്തും മനുഷ്യൻ കണ്ടാലറക്കുന്ന അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നത് ചില മനുഷ്യരാണെന്ന് പറയുന്നത് എത്ര ഖേദകരമാണ്. അതിനവരെ നിർബന്ധിക്കുന്നതാവട്ടെ ആ നിസ്സഹായരുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളും. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 800-ലേറെ വരുന്ന ജില്ലകളിൽ 730 മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആണ്. അഥവാ മനുഷ്യരെ അഴുക്കുചാലുകൾ, ഓടകൾ, സെപ്റ്റിക് ടാങ്കുകൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്ന ജില്ലകൾ. അപ്പോഴും എത്രയോ പ്രദേശങ്ങളിൽ 2026-ലും ഇത് തുടരുന്നുണ്ട്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2017 മുതൽ 2026 മാർച്ച് വരെ മലിനജല കുഴികളും സെപ്റ്റിക് ടാങ്കുകളും ശുചീകരിക്കുന്നതിനിടെ ഇന്ത്യയിൽ 622 മനുഷ്യർ മരിച്ചിട്ടുണ്ട്. 86 മരണങ്ങളോടെ ഉത്തർപ്രദേശാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നാലെ മഹാരാഷ്ട്രയും തമിഴ്നാടുമുണ്ട്. 82 മഹാരാഷ്ട്രയിലെ മരണങ്ങൾ, തമിഴ്നാട്ടിൽ 77. 7 ലക്ഷത്തിലേറെ മനുഷ്യർ ഇപ്പോഴും ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മനുഷ്യരെ തോട്ടിപ്പണിക്കും അഴുക്കുചാലുകളും ഓടകളും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിയമപരമായി തെറ്റാണ്. ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദ റീഹാബിലിറ്റേഷൻ ആക്ട് 2013 പ്രകാരം മനുഷ്യരെ പ്രസ്തുത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും നിർബന്ധിക്കുന്നതിനും പൂർണ്ണ നിരോധനമുണ്ട്. അത്തരം ജോലികൾക്ക് മനുഷ്യരെ ഉപയോഗിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയും പ്രസ്താവിച്ചിട്ടുണ്ട്. അതിലൂടെ സംഭവിച്ച മരണങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിക്കുന്ന സുപ്രീം കോടതി വിധിയും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഈ അവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ് ചില പ്രദേശങ്ങളിൽ. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ജയ്പൂരിൽ സംഭവിച്ചത്. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനും. നിയമപരമായ നിരോധനം നിലനിൽക്കുമ്പോൾ ഒരു സർക്കാർ സംവിധാനം തന്നെ നിരോധനത്തെ വകവയ്ക്കാത്ത അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ കാഴ്ച. ഇതിൽ ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ബദൽ സംവിധാനങ്ങൾ സ്വന്തമായി ഇല്ലാത്ത സർക്കാർ സ്ഥാപനമായിരുന്നില്ല. സൂപ്പർ സക്കർ മെഷീനുകൾ, റോബോട്ടിക് ക്ലീനറുകൾ എന്നിവയുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് ഉണ്ടായിരുന്നു എന്നാണ് സംഭവശേഷം ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും അറിയാനായത്. എന്നിട്ടും ഇത് തുടർന്നത് ചില സാമൂഹിക ശീലങ്ങൾ കൊണ്ട് മാത്രമാണ്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ആ സാമൂഹിക ശീലം ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നും സംഭവിച്ചത് ഏറെ ഗൗരവകരമാണെന്ന് പറയാതെ വയ്യ.
സംഭവത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരും രാജസ്ഥാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജയ്പൂർ കലക്ടറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്ത് വിശദീകരണം നൽകിയാലും അത് സമഗ്രമായ പരിഹാരത്തിനുള്ള പ്രേരണയാവാത്ത കാലത്തോളം ഈ അവസ്ഥ തുടരുമെന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല. സമീപകാലത്ത് തന്നെയാണ് ജയ്പൂരിലെ സിതാപുര വ്യാവസായിക മേഖലയിൽ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിലപിടിപ്പുള്ള ലോഹാവശിഷ്ടങ്ങൾ തിരികെ എടുക്കാൻ ഇറങ്ങിയ 4 തൊഴിലാളികൾ മരിച്ചത്. ബിക്കാനേറിലെ ഒരു ഉള്ളൻ മില്ലിൽ 3 തൊഴിലാളികളും സമാന സാഹചര്യങ്ങളിൽ ശ്വാസം മുട്ടി മരിച്ചിരുന്നു. അൽവാറിൽ 13 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 2 ശുചീകരണ തൊഴിലാളികൾ ഒരു പേപ്പർ മില്ലിലെ മലിനജല പൈപ്പ് ശുചീകരിക്കുന്നതിനിടെ മരിച്ചതും അടുത്ത കാലത്ത് തന്നെ. പക്ഷേ സർവ്വതല സ്പർശിയായ സർക്കാർ സമീപനമൊന്നും നാളിതുവരെയും സംഭവിച്ചിട്ടില്ല. നിരോധന നിയമം ശക്തമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാനും അത്തരം ജോലി ചെയ്യുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കാനും സർക്കാരുകളൊന്നും തയ്യാറാവുന്നില്ല. മുഖ്യധാരയിൽ അധികമാരും ചർച്ച ചെയ്യാതെ പോകുന്ന ആ മനുഷ്യരെ സർക്കാരല്ലാതെ മറ്റാരാണ് സംരക്ഷിക്കുക? അതിനായി നിയമം കൂടുതൽ ശക്തമായി പാലിക്കേണ്ടതുണ്ട്. പൊതുമേഖലാ സംവിധാനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ കുറ്റകൃത്യം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ചെയ്യുന്ന കരാറുകാരെ എന്നേക്കുമായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. മലിനജല കുഴികളും സെപ്റ്റിക് ടാങ്കുകളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും തത്സമയ നിരീക്ഷണം ഏർപ്പെടുത്തണം. ഇത്തരം ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് മറ്റു മേഖലകളിലേക്ക് തിരിയാൻ മതിയായ സാമൂഹിക സാഹചര്യം കൂടി ഒരുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും പൂർണ്ണാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കൂ.